മുസ്ലിം ലീഗ് ഇക്കുറി പ്രധാന നേതാക്കൾക്ക് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകിയേക്കും. നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു ഇത്. എങ്കിൽ കൂടിയും ആ തീരുമാനത്തിലേക്ക് തന്നെയാണ് മുസ്ലിം ലീഗ് എത്തുന്നത്. പി.കെ. കുഞ്ഞാലിക്കുട്ടി, എം.കെ. മുനീർ, പി.കെ. ബഷീർ, മഞ്ഞളാംകുടി ആലി, എൻ. ഷംസുദ്ദീൻ എന്നിവർക്കാണ് ഇളവ് നൽകാൻ ആലോചന. 3 ടേം പൂർത്തിയാക്കിയവരാണെങ്കിലും മുതിർന്ന നേതാക്കളെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അതേ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്താനാവില്ല എന്നതാണ് ധാരണ. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തവണ ഈ പതിവ് ടേം വ്യവസ്ഥകളിലൊക്കെ മാറ്റമുണ്ടാവും. ടേം വ്യവസ്ഥ എന്നൊരു പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് നടക്കാൻ സാധ്യതയില്ല. കാരണം ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നിയമസഭയിൽ വരാനിരിക്കുന്നത്. ആ പോരിൽ പ്രധാനപ്പെട്ട മുഖങ്ങൾ വേണം, പരിചിത മുഖങ്ങൾ വേണം, മണ്ഡലത്തിൽ സ്വാധീനമുള്ളവർ വേണം. ആ രീതിയിലേക്ക് തന്നെയാണ് ആലോചനകൾ കടക്കുന്നത്. എന്താണ്, ആർക്കൊക്കെയാണ് ഇതിൻ്റെ സാധ്യതകൾ എന്ന കാര്യം കൂടി നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ ഇളവുകൾ പ്രതീക്ഷിക്കപ്പെടുന്ന പ്രധാന നേതാക്കൾ നോക്കുമ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി അദ്ദേഹം മത്സരിക്കുന്നു. 2011 മുതൽ വേങ്ങരയിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്. 3 തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം തുടർച്ചയായി മത്സരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. വേങ്ങരയിൽ നിന്നാണ് അദ്ദേഹം തുടർച്ചയായി വിജയിച്ചു വരുന്നത് എന്നതാണ്. ഇടയ്ക്കൊന്ന് പാർലമെന്റിലേക്കൊന്ന് കളം മാറ്റാൻ ശ്രമിച്ചു, പക്ഷേ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹം തിരിച്ചു വന്നു. അങ്ങനെ വേങ്ങരയുടെ ജനപ്രതിനിധിയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി. പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് എന്തായാലും ഇളവ് ലഭിക്കണം. കാരണം കുഞ്ഞാലിക്കുട്ടിയാണ് പ്രതിപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട മുഖം. കുഞ്ഞാലിക്കുട്ടി ഇല്ലാത്ത UDF ഇല്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് ഉറപ്പാണ്. അത് വേങ്ങരയിൽ നിന്ന് തന്നെ ആകുമെന്നും ഉറപ്പാണ്. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക് ഇളവ് ഉറപ്പാണ്. അതാണ് ആലോചന, അതാണ് നടക്കാൻ പോകുന്ന നീക്കം. മറ്റൊരു പേരുകാരൻ അത് എം.കെ. മുനീറാണ്. എം.കെ. മുനീർ നമുക്കറിയാം, പ്രധാനപ്പെട്ട മുഖമാണ് എം.കെ. മുനീർ. എം.കെ. മുനീർ 3 തെരഞ്ഞെടുപ്പുകളിലായി മത്സരിക്കുന്നു. 2011, 16 തെരഞ്ഞെടുപ്പുകളിൽ കോഴിക്കോട് സൗത്തിൽ നിന്നായിരുന്നു വിജയം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 കൊടുവള്ളിയിൽ നിന്നും അദ്ദേഹം ചെറിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറുന്നത്. 3 തെരഞ്ഞെടുപ്പുകൾ വിജയിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെയുണ്ട് എം.കെ. മുനീറിന്. പക്ഷേ അദ്ദേഹം മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു. കോഴിക്കോട് സൗത്ത് തൻ്റെ മണ്ഡലമാണ് എന്ന നിലപാടൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിയിൽ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എം.കെ. മുനീർ ഇത്തവണ മത്സരിക്കുമെന്നുറപ്പാണ്. എം.കെ. മുനീറും നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDFന് ഒഴിവാക്കാൻ കഴിയാത്ത, ലീഗിന് ഒട്ടും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പ്രധാനപ്പെട്ട മുഖമാണ്. അതുകൊണ്ട് എം.കെ. മുനീറും ഇത്തവണ വീണ്ടും മത്സരിക്കാനുണ്ടാകുമെന്ന് ഉറപ്പാണ്. ലീഗ് ടേം വ്യവസ്ഥകളൊന്നും കുഞ്ഞാലിക്കുട്ടിക്ക് ബാധകമാവില്ല. മറ്റൊരാൾ പി.കെ. ബഷീറാണ്. പി.കെ. ബഷീറാണ് നമ്മൾ ലിസ്റ്റിൽ പറയുന്ന മൂന്നാമൻ. പി.കെ. ബഷീറിന് എന്തായാലും ഇളവ് കിട്ടുമെന്ന് ഉറപ്പാണ്. 3 തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്ന വ്യക്തിയാണ്. 2011 മുതൽ 2011 തെരഞ്ഞെടുപ്പ് മുതൽ ഏറനാട് നിന്ന് തന്നെ അദ്ദേഹം മത്സരിക്കുന്നു. ഏറനാട് നിന്ന് തന്നെ അദ്ദേഹം വീണ്ടും നിയമസഭയിൽ മത്സരിക്കാനാണ് സിദ്ധം. കാരണം അദ്ദേഹം പി.കെ. ബഷീറിന് ഇളവ് ഉറപ്പായും കിട്ടും. കാരണം ഒരു ലീഗ് കോട്ടയിൽ നിന്നാണ് അദ്ദേഹം ജയിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും പ്രധാനപ്പെട്ട മുഖമാണ്, നിയമസഭയിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് പി.കെ. ബഷീറിനും ഇളവുണ്ടാകുമെന്ന് ഉറപ്പാണ്. മറ്റൊന്ന് മഞ്ഞളാംകുടി അലിയാണ്. മഞ്ഞളാംകുടി അലി കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപാളയത്തിൽ നിന്ന് എത്തി. മഞ്ഞളാംകുടി അലി ലീഗ് LDF പാളയത്തിൽ നിന്നും UDFിലെത്തുന്നു. ലീഗിൻ്റെ നേതാവാകുന്നു. അദ്ദേഹം കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി വിജയിച്ചു വരുന്നയാളാണ്. 2011 2016 അദ്ദേഹം പെരിന്തൽമണ്ണയിൽ നിന്നുമാണ് വിജയിച്ചത്. അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 മങ്കടയിൽ നിന്നുമുള്ള വിജയം. ഇതാണ് മഞ്ഞളാംകുടി അലിയുടെ സാധ്യത. മുൻപ് 5ാം മന്ത്രി വിവാദകാലത്ത് മന്ത്രിയായ വ്യക്തിയാണ്. അങ്ങനെ ലീഗിനെ ഒഴിവാക്കാൻ കഴിയാത്ത മുഖമാണ് മഞ്ഞളാംകുടി അലി. അദ്ദേഹം 3 തവണ തുടർച്ചയായി ജയിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടിയും ഇത്തവണ മഞ്ഞളാംകുടി അലിയെ മാറ്റി നിർത്താൻ സാധ്യതയില്ല. അതുകൊണ്ട് അലി തന്നെ ഇത്തവണയും അവിടെ മങ്കടയിൽ നിന്നും മത്സരിച്ചു. മറ്റൊരു പേരുകാരൻ എൻ. ഷംസുദ്ദീനാണ്. എൻ. ഷംസുദ്ദീൻ്റെ പേര് നമുക്കറിയാം. മണ്ണാർക്കാട്ടിലെ ഷംസുദ്ദീൻ്റെ മത്സര സന്നദ്ധതയുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി വലിയ വികാരങ്ങളുണ്ട്. അവിടെ ഷംസുദ്ദീനെ മാറ്റണം എന്ന ആവശ്യമുണ്ട്. കാരണം ഷംസുദ്ദീൻ പാലക്കാട് ജില്ലക്കാരനല്ല, അദ്ദേഹം മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് സ്വന്തം ജില്ലക്കാരനായ ഒരാൾ തന്നെ വേണം അവിടുത്തെ പ്രാദേശിക ലീഗ് നേതൃത്വം നിലപാടെടുക്കുകയും തർക്കമൊക്കെ ഉണ്ടായി ഇപ്പോഴും നിൽക്കുകയാണ്. എന്തായാലും ഷംസുദ്ദീൻ തന്നെ മത്സരിക്കുമെന്നും ഉറപ്പാണ്. അത് മണ്ണാർക്കാട് നിന്ന് തന്നെ ആയിരിക്കുമെന്നും ഏറെക്കുറെ ഉറപ്പാണ്. കാരണം അതിന് മാറ്റമുണ്ടാവില്ല. കാരണം മണ്ണാർക്കാട് ഷംസുദ്ദീൻ മത്സരിച്ചില്ലേ വിജയിക്കാനാവില്ല എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് ഷംസുദ്ദീൻ തന്നെ മത്സരിക്കും. അങ്ങനെ ഈ പ്രധാനപ്പെട്ട പേരുകാർക്കൊക്കെ ഇത്തവണ ഇളവ് കിട്ടുമെന്ന് ഉറപ്പാണ്. അതാണ് സാഹചര്യം. ആ രീതിയിലേക്കാണ് പോകുന്നത്. 5 പ്രധാനപ്പെട്ട മുൻനിര നേതാക്കൾക്ക് ഇളവ് ഉറപ്പാണ്. അതാണ് നീക്കം. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം നോക്കാം. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ലീഗ് ടേം വ്യവസ്ഥ ഇത്തവണ കർശനമാക്കുമെന്നതായിരുന്നു തുടക്കത്തിൽ വന്ന വാർത്ത. പക്ഷേ അത്
ഡയല്യൂട്ട് ചെയ്യപ്പെട്ടു. ആ നിലപാടിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ 5 നേതാക്കൾക്ക് മാത്രമേ ഇളവ് ഉണ്ടാകുമോ, അതോ മറ്റു നേതാക്കൾക്കൊക്കെ ഈ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കണോ? പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അതേ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന നിലപാടാണ് ലീഗ് നേതൃത്വത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ ടേം വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഇളവ് നൽകാനുള്ള ഒരു ആലോചനയും തീരുമാനവും എടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ ഈ സൂചിപ്പിച്ച 5 നേതാക്കൾ പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഒരിക്കലും ഒഴിവാക്കുന്ന ഒരു കാര്യമേ ലീഗിൻ്റെ ചരിത്രത്തിൽ, പാർലമെൻ്ററി ചരിത്രത്തിൽ ഉണ്ടാവില്ല. അദ്ദേഹം പ്രധാനപ്പെട്ട ലീഗിനെ നയിക്കുന്ന, UDF നയിക്കുന്ന നേതാവായിട്ട് അദ്ദേഹം മത്സരിക്കും. അദ്ദേഹം വേഗം തന്നെ മത്സരിക്കും. അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം മലപ്പുറത്തേക്ക് മാറാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല എന്നും ലീഗ് വൃത്തങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ എം കെ മുനീർ കോൺഗ്രസ് കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട നേതാവാണ്, ലീഗിൻ്റെ ഒരു പ്രധാന മുഖമാണ്, സൗമ്യ സാന്നിധ്യമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണ് ഇവിടെ ഒരു ചെറിയ തടസ്സമാവുന്ന ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ അദ്ദേഹം തന്നെ അത് മറികടക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം വീണ്ടും മത്സരിക്കും കോഴിക്കോട് തന്നെ എന്ന വിവരങ്ങളുമാണ് ലഭിക്കുന്നത്. മഞ്ഞളാംകുഴി അലി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലമായിരുന്ന ഇടങ്ങളിൽ അദ്ദേഹം വിജയക്കൊടി നാട്ടിയാണ് അദ്ദേഹം ലീഗിലേക്ക് കയറുന്നത്. തുടർച്ചയായിട്ട് അദ്ദേഹം 3 തവണ മത്സരിച്ച് വിജയിച്ചു. 2 തവണ പെരിന്തൽമണ്ണയും കഴിഞ്ഞ തവണ മങ്കട. പക്ഷേ ഇത്തവണ അദ്ദേഹത്തെ മങ്കടയിൽ നിന്ന് മാറ്റിയാൽ അവിടെ വിജയിച്ച് കയറാൻ ബുദ്ധിമുട്ടാകുമെന്നൊരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. കാരണം അദ്ദേഹത്തിന് നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകൾ, ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ, ഇതൊക്കെ തന്നെ നേടാനുള്ള ഒരു മേധാവിത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. മങ്കട പോലെ കഴിഞ്ഞ തവണ കടുത്തൊരു മത്സരം നടന്ന ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ അതൊരു പക്ഷേ അവിടെ ഈ ഒരു നിർണായക തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നൊരു ആശങ്ക അല്ലെങ്കിൽ അത്ര വിലയിരുത്തൽ ഒരു ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് മഞ്ഞളാംകുഴി അലിക്ക് വീണ്ടും മത്സരിക്കാനുള്ളൊരു സാഹചര്യം ഒരുങ്ങുക എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹവും അത്തരത്തിൽ മങ്കടയിൽ തന്നെ തുടരും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട പേര് എൻ ഷംസുദ്ദീനാണ്. എൻ ഷംസുദ്ദീനെ മണ്ണാർക്കാട് തുടർച്ചയായി 3 വട്ടം മത്സരിപ്പിച്ചതിൻ്റെ പ്രതിഷേധം നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ചർച്ച ചെയ്ത ഒന്നുകൂടിയാണ്. പ്രാദേശികമായിട്ടുള്ള ഒരു വികാരം, തിരൂർ സ്വദേശിയായ എൻ ഷംസുദ്ദീനെ മണ്ണാർക്കാട് 3 തവണയും 4ാം തവണയും മത്സരിപ്പിക്കുന്നതിന് പ്രാദേശികമായിട്ടുള്ളൊരു വികാരം ഉയരുന്നുണ്ട്. പക്ഷേ പട്ടാമ്പി സീറ്റ് ലീഗിന് നൽകി, ലീഗിനെ ലഭിക്കുന്നതോടെ അത്തരത്തിൽ ഉയരുന്ന ആ ലീഗിനുള്ളിലെ പ്രതിഷേധങ്ങളോ ആശങ്കകളോ ഒരു പരിധിവരെ അവസാനിക്കുന്നൊരു കണക്കൂട്ടലും ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ എൻ ഷംസുദ്ദീൻ വീണ്ടും മണ്ണാർക്കാട് മത്സരിക്കുമെന്ന വിലയിരുത്തൽ തന്നെയാണ്, അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഈ ഒരു പി കെ ബഷീറിൻ്റെ പേരും പ്രധാനമായി ചർച്ച ചെയ്ത ഒന്നാണ്. അദ്ദേഹം സീതി ഹാജിയുടെ, ലീഗിൻ്റെ സമുന്നതനായ നേതാവ് സീതി ഹാജിയുടെ മകനാണ് പി കെ ബഷീർ. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ സ്വാധീനമുണ്ട്. മാത്രമല്ല ഏറനാട് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് നിൽക്കുന്ന മണ്ഡലം കൂടിയാണ്. ഒരുപക്ഷേ അദ്ദേഹം മണ്ഡലം മാറാനുള്ള സാധ്യത തള്ളിക്കളയാനല്ല. മഞ്ചേരിയിലേക്കോ മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് അദ്ദേഹം മാറുമെന്ന സൂചനകൾ നിലനിൽക്കുന്നു. പക്ഷേ അതിന് സീറ്റ് നൽകാതിരിക്കില്ല. അദ്ദേഹത്തിന് മത്സരിക്കാൻ സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് തുടർച്ചയായി മത്സരിച്ച് വിജയിച്ച് മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ പേരുകളാണ് നമ്മൾ പരാമർശിച്ചത്. അതല്ലാതെ 2 തവണ മത്സരിച്ച കോട്ടക്കലിലെ MLA ആബിദ് ഹുസൈൻ തങ്ങളുണ്ട്, കൊണ്ടോട്ടിയിലെ TV ഇബ്രാഹിമുണ്ട്. അവർക്കൊക്കെ വീണ്ടും അവസരം ലഭിക്കുമെന്ന് തന്നെ വേണം കരുതുവാൻ. അതുപോലെ തന്നെ തിരൂർ MLA കുറുക്കോളി മൊയ്തീനും പെരിന്തൽമണ്ണ MLA നജീബ് കാന്തൂരും തുടരാൻ തന്നെയാണ് സാധ്യത. ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ മാറ്റം വരാൻ സാധ്യതയുള്ളത് മഞ്ചേരിയിലും അതുപോലെ തന്നെ ഒരുപക്ഷെ വള്ളിക്കുന്നിലുമാകും എന്ന വിവരങ്ങളാണ് വരുന്നത്. അതും ആരോഗ്യപരമായ കാര്യങ്ങളെ കൊണ്ടാണ്. അതുപോലെ തന്നെ 3 തവണ പൂർത്തിയാക്കിയ ഉബൈദുള്ള മലപ്പുറം MLA അദ്ദേഹം മാറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതും പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ്. അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ഈ പുതിയ സീറ്റുകളിൽ യുവ നേതാക്കൾക്ക് സാധ്യതകളുള്ള സീറ്റുകൾ വരുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഈ നേതാക്കളൊന്നും തന്നെ മാറി നിൽക്കുകയില്ല. നിർണായക തെരഞ്ഞെടുപ്പിൽ അവരുടെ സാന്നിധ്യം UDFന് വേണം. മാത്രമല്ല അവരെ ആ മണ്ഡലത്തിൽ മാറ്റിയാൽ ഒരുപക്ഷെ മണ്ഡലം കൈവിട്ടു പോകുമെന്ന ആശങ്കയുമുണ്ട്. ഈ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇവർക്ക് ഇളവ് നൽകുന്നതിന് മുസ്ലിം ലീഗ് തയ്യാറായിരിക്കുന്നു എന്നാണ് അറിയാനാകുന്നത്. സജിത്ത്. അനുമോദ്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ലീഗിലെ യൂത്ത് ലീഗ് നേതൃത്വം തങ്ങളുടെ സ്ഥാനാർത്ഥി ആക്കേണ്ടവരുടെ പട്ടിക കൈമാറുക പോലെയുള്ള നീക്കങ്ങൾ ഉണ്ടായത്. ഇത്തവണ ജീവൻ മരണ പോരാട്ടമാണ് ലീഗിനും. സംസ്ഥാന ഭരണം പിടിക്കണം, അത് ലീഗിനും അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് യൂത്ത് ലീഗ് നേതൃത്വവും അവസാന ഘട്ടത്തിൽ ചില വിട്ടുവീഴ്ചകൾക്ക് വിധേയമാവേണ്ടി വരുമോ? അതുകൊണ്ടാണോ അങ്ങനെ നടന്നാലേ ഈ ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാവുകയുള്ളൂ? കാരണം ചില പ്രധാനപ്പെട്ട മുഖങ്ങളെ അവഗണിക്കാൻ ലീഗിന് കഴിയില്ലല്ലോ. തീർച്ചയായും യൂത്ത് ലീഗിന് ന്യായമായ ഒരു പ്രാതിനിധ്യം ഇത്തവണ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ സീറ്റുകളിൽ, കഴിഞ്ഞ തവണ 3 സീറ്റുകളിലാണ് മത്സരിച്ചത്, 2 ജയിച്ചു യൂത്ത് ലീഗ്.
ഇത്തവണ അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാനുള്ള സാധ്യത തന്നെയാണ് മുൻനിർത്തി ഇപ്പോഴത്തെ നീക്കങ്ങൾ യൂത്ത് ലീഗ് നടത്തുന്നത്. യൂത്ത് ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് PK ഫിറോസിനും അതുപോലെ തന്നെ കഴിഞ്ഞ നജീബ് കാന്തപുരം യൂത്ത് ലീഗിൻ്റെ പട്ടികയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതിനു പുറമെ ഇത്തവണ TP അഷ്റഫ് അലി, അതുപോലെ VK ഫൈസൽ ബാബു തുടങ്ങിയ പ്രധാന നേതാക്കൾക്കൊക്കെ ജയിക്കാൻ സാധ്യതയുള്ളിടങ്ങളിൽ സീറ്റ് നൽകണമെന്നൊരു ആവശ്യമാണ് ഉയരുന്നത്. അതോടൊപ്പം തന്നെയാണ് യൂത്ത് ലീഗിനൊപ്പം പറഞ്ഞു പോകേണ്ടതാണ് PK നവാസിൻ്റെ പേര്. PK നവാസ് MSFൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തിനും മത്സരിക്കാനൊരു സാധ്യത ഉണ്ട് എന്ന തരത്തിലാണ് കാണുന്നത്. അതായത് അത് PK നവാസിനെ കൊടുക്കുന്ന പക്ഷേ യൂത്ത് ലീഗിൻ്റെ കണക്കിലല്ല, അത് MSFൻ്റെ കണക്കിൽ തന്നെ പോകണമെന്നൊരു നിർബന്ധമാണ് യൂത്ത് ലീഗിനെ സംബന്ധിച്ചുള്ളത്. MSFന് ഇതുവരേക്കും 1987 കരുതണം C മമ്മൂട്ടി MSFൻ്റെ അധ്യക്ഷനായിരിക്കുമ്പോൾ മത്സരിച്ച ഒരു ചരിത്രമുണ്ട്. അതിനുശേഷം ഒരിക്കലും MSFൻ്റെ ഒരു നേതാവ് നിയമസഭയിലേക്ക് നേരിട്ട് മത്സരിച്ചതായിട്ട് ചരിത്രമില്ല. അങ്ങനെ ഒരു മാറ്റം MSFൻ്റെ പ്രസിഡന്റിൻ്റെ സീറ്റ് നൽകിക്കൊണ്ട് ലീഗ് സൃഷ്ടിക്കുമെന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. പക്ഷേ ഇവിടെയൊക്കെ തന്നെ യൂത്ത് ലീഗ് 6 സീറ്റ് ഡിമാൻഡ് ചെയ്യുമ്പോഴും അവരെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് അധികം നേടണമെന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് മറ്റ് പാർട്ടികളെ പോലെ ഒരു നിർബന്ധ ബുദ്ധിയോടെ വാശിയോടെ യൂത്ത് ലീഗിനെ നിലനിൽക്കൊള്ളാനും സീറ്റ് പിടിച്ചു വാങ്ങാനും കഴിയുമെന്ന് കരുതാനാകില്ല. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ തീരുമാനം എന്തായാലും അത് അംഗീകരിക്കേണ്ട ഒരു ഔദ്യോഗികമായിട്ടുള്ള അത്ര ഉത്തരവാദിത്വം തന്നെ യൂത്ത് ലീഗിനുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാം, അതിൽ പരമാവധി നേടാനുള്ള ശ്രമം നടത്താമെന്നതിനപ്പുറം സമ്മർദ്ദം ചെലുത്തി സീറ്റുകൾ അധികം നേടാനുള്ള സാഹചര്യമൊന്നും യൂത്ത് ലീഗിനെ സംബന്ധിച്ച് ഇപ്പോഴില്ല. അത് ഈ ഒരു ഘട്ടത്തിൽ എപ്പോഴും ഉണ്ടാകുമെന്ന് പറയാനും കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ നേതാക്കളുടെ പേരുകൾ പറയുമ്പോഴും യൂത്ത് ലീഗ് നേതാക്കൾക്ക് മത്സരിക്കാനുള്ള സീറ്റുകൾ മറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ തവണ കൈവിട്ട സീറ്റുകളുണ്ട്, താനൂർ പോലെയും. അതുപോലെ തന്നെ പാലക്കാട് ഒരു സീറ്റ് അധികം ലഭിക്കുകയാണെങ്കിൽ പട്ടാമ്പിയിലും. അങ്ങനെ ഇതുവരെ ലഭിക്കാത്ത സീറ്റുകളിൽ അവർക്ക് വിജയിച്ച് കയറാനുള്ളൊരു സാധ്യത മുൻനിർത്തിയിട്ട് തന്നെയായിരിക്കും അവരെ പരിഗണിക്കുന്നത് എന്ന് വേണം നമുക്ക് വിലയിരുത്തുവാൻ. സജിത്ത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ലീഗിൻ്റെ നീക്കം പ്രധാനപ്പെട്ടതാണ്. പ്രധാന നേതാക്കൾക്കെല്ലാം ഇത്തവണ സീറ്റ് ഉണ്ടാകുമെന്നതാണ് അവസ്ഥ. ടേം വ്യവസ്ഥയിലുള്ള ഇളവ് നമുക്ക് ഉറപ്പിക്കാം. അതാണ് PK കുഞ്ഞാലിക്കുട്ടിയും MK മുനീർ, PK ബഷീർ, മഞ്ഞളാം കുഴിയാലി, N ഷംസുദ്ദീൻ അടക്കമുള്ള നേതാക്കൾക്ക് വീണ്ടും പരിഗണന നൽകാനുള്ള ആലോചനയിലേക്ക് അവർ കടക്കുന്നതിൻ്റെ കാരണവും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.